വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ലസ്സിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ലസ്സിയാണത്. സ്കൂളൊക്കെ അടച്ച് കുട്ടികൾ വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ, എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. നമ്മുടെ സ്വീറ്റ് ലസ്സി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ലിറ്റർ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. പിന്നെ ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കസ്കസും പിന്നെ പൊടിച്ച് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തൈരൊന്ന് ഉടച്ചെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തൈര് കടയുന്ന മരത്തിൻ്റെ ഇല്ലേ, അത് വെച്ചിട്ടും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിലാവുമ്പോൾ വല്ലാതെ ലൂസായി പോവും. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നന്നായി ഉടച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളിങ്ങനെ ഉടയ്ക്കുമ്പോൾ ആ ഒരു പത പോലെ വരും കേട്ടോ, കട്ടിയായിട്ട്. അതാണ് നമ്മുടെ ലസ്സിയുടെ കൺസിസ്റ്റൻസി. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലസ്സി ഇതുപോലെ തൈരൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇതിന് വേണ്ടി എടുക്കാൻ. അപ്പോൾ 4 സ്പൂൺ പഞ്ചസാര ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മതിയാവും എന്നാണ് തോന്നുന്നത്, പുളിയില്ലാത്ത തൈരല്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് നല്ലതാണ് കേട്ടോ, വയറിനൊക്കെ നല്ലതാണിത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ലസ്സിക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം, എന്നിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, അത് കളറിന് വേണ്ടി കുറച്ച് ചേർത്തതാണ്. അവർക്ക് കളറൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ, അതിന് വേണ്ടി കുറച്ച് ചേർത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് നിറച്ചു കൊടുക്കണ്ട, നമ്മളിതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളെടുത്ത് വെച്ച് കസ്കസ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതില്ലാതെ നമുക്ക് ലസ്സി കുടിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാര ഇട്ട് അടിച്ചെടുത്താൽ മതി. ഇത് രണ്ടിലും അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ തൈരിൻ്റെ കൂടെ നമ്മൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അവർക്ക് അതൊക്കെ ഇഷ്ടമായിരിക്കും. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബനാന ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞിതാ നമ്മുടെ ലസ്സി ഇവിടെ കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒന്ന് പിങ്ക് കളറിലുള്ള ലസ്സിയും ഒന്ന് വൈറ്റ് കളറിലുള്ള ലസ്സിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.